ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രാമൻ എഫക്റ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്. ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് പോലെ നമ്മൾ എന്താണ് രാമൻ എഫക്റ്റ് എന്നുള്ള കൺസെപ്റ്റാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യം തന്നെ എന്താണ് രാമൻ എഫക്റ്റ് എന്ന് പറയാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ ഇത് മോളിക്യൂളാണ്. യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്ന മോളിക്യൂൾ. ഇപ്പോൾ ലൈറ്റ് വന്ന് വീഴുന്നു. ലൈറ്റ് എന്ന് വെച്ചാൽ അതിനെ നമ്മൾ ഫോട്ടോൺ എന്നാണ് വിളിക്കുന്നത്. ലൈറ്റ് വന്ന് വീഴുന്നു. ലൈറ്റ് വന്ന് വീണ് കഴിയുമ്പോൾ അവരെന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും ഈ ഒരു മോളിക്യൂളിൽ വന്ന് തട്ടിയിട്ട് സ്കാറ്റർ ചെയ്യും. അപ്പോൾ ഈ സ്കാറ്റർ ചെയ്യുമ്പോൾ ഈ സ്കാറ്ററിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു എഫക്റ്റാണ് രാമൻ എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എങ്ങനെയുള്ള സ്കാറ്ററിങ്ങിലാണ് രാമൻ എഫക്റ്റ് പറയുന്നത് എന്നുള്ളതാണ് ഇനി പറയുന്നത്. ഇങ്ങനെ വന്ന് ഒരു മോളിക്യൂളിൽ വന്ന് തട്ടുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ഇത് സ്കാറ്റർ ചെയ്ത് പോകും ലൈറ്റ്. അപ്പോൾ ഇതിൽ കൂടുതൽ ഫോട്ടോൺസ് കൂടുതലായിട്ട് സ്കാറ്റർ ചെയ്യും. കൂടുതൽ ആൾക്കാരും എന്ത് ചെയ്യുന്നു? വന്ന് വീണ ആളുടെ അതേ എനർജിയിലായിരിക്കും സ്കാറ്റർ ചെയ്യുന്നത്. ഇതിനെയാണ് റാലി സ്കാറ്ററിങ് എന്ന് പറയുന്നത്. പക്ഷേ വളരെ കുറച്ച് ആൾക്കാർ, അതായത് ഒരു 10 മില്യൺ സ്കാറ്ററിങ് നടക്കുമ്പോൾ അതിൽ ഒരാൾ എന്ത് സംഭവിക്കും? എനർജിയിൽ വേരിയേഷൻ ഉണ്ടാവും. അത് വന്ന് വീണ ആളുടെ അതേ എനർജിയിലായിരിക്കത്തില്ല അയാൾ പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരാണ് രാമൻ സ്കാറ്ററിങ്ങിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇതിനെ വിളിക്കുന്ന പേരാണ് ഇൻഇലാസ്റ്റിക് സ്കാറ്ററിങ്. അപ്പോൾ രാമൻ സ്കാറ്ററിങ്ങിനെ പൊതുവെ നമുക്ക് ഇൻഇലാസ്റ്റിക് സ്കാറ്ററിങ് എന്ന് പറയാം. അപ്പോൾ ഈ എഫക്റ്റ് ആരാണ് ഡിസ്കവർ ചെയ്തത് നമുക്കറിയാം. പേരിൽ തന്നെ ഉണ്ട്, CV രാമനാണ് ഈ എഫക്റ്റ് ഡിസ്കവർ ചെയ്തത്. ഏത് വർഷമാണ്? 1928. ഇനി നമ്മളിവിടെ കാണിക്കുന്നത് ഇവിടെ ഒരു ലൈറ്റ് വന്ന് വീണല്ലോ. ലൈറ്റ് വന്ന് വീണത് സ്കാറ്റർ ചെയ്തു. അപ്പോൾ സ്കാറ്റർ ചെയ്തപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു കൂടുതൽ ആൾക്കാർക്കും സെയിം എനർജിയിലായിരിക്കും സ്കാറ്റർ ചെയ്യുന്നത്. പക്ഷേ വളരെ കുറച്ച് പേര് മാത്രം ഡിഫറെൻ്റ് എനർജിയിൽ ഉണ്ടാകും സ്കാറ്റർ ചെയ്യും. അപ്പോൾ ആ സ്കാറ്ററിങ് ലൈറ്റിൻ്റെ പ്രത്യേകത, അതിന് ഒരു ഷിഫ്റ്റിംഗ് ഫ്രീക്വൻസി ഉണ്ടായിരിക്കും. അതായത് സെയിം എനർജിയിലുള്ള ആളായിരുന്നെങ്കിൽ സെയിം ഫ്രീക്വൻസിയിൽ പോയേനെ, തിരിച്ചു പോയേനെ. പക്ഷേ സെയിം എനർജിയിലുള്ള ആളല്ലാത്തവർ എന്ത് ചെയ്യുന്നു? ഷിഫ്റ്റിംഗ് ഫ്രീക്വൻസി അവിടെ കാണിക്കുന്നു. അപ്പോൾ ഈ ഷിഫ്റ്റിംഗ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒന്നല്ലെങ്കിൽ ആ ഒറിജിനൽ ഫ്രീക്വൻസിക്ക് കുറവ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒറിജിനൽ ഫ്രീക്വൻസിക്ക് കൂടുതലായിരിക്കാം. ഒറിജിനൽ ഫ്രീക്വൻസിക്ക് കുറവായിട്ടുള്ളവരെ സ്റ്റോക്ക് ലൈൻസ് എന്ന് പറയുന്നത്. സ്റ്റോക്ക് ലൈൻസ് എന്ന് പറയാൻ കാരണം നമുക്കറിയാം, ഈ നമ്മൾ സ്പെക്ട്രം ഉണ്ടല്ലോ, സ്പെക്ട്രത്തിൽ ഈ ഒറിജിനൽ ഫ്രീക്വൻസിയുടെ ലോവർ സൈഡിൽ കാണുന്ന ആൾക്കാരെ, അപ്പോൾ നമുക്ക് സ്പെക്ട്രൽ ലൈൻസ് ഉണ്ടല്ലോ, ഈ സ്പെക്ട്രൽ ലൈൻസിൽ ഒറിജിനൽ ലൈനിൻ്റെ ലോവർ ഫ്രീക്വൻസി സൈഡിൽ കാണുന്ന ലൈൻസിനെ, സ്പെക്ട്രൽ ലൈൻസിനെയാണ് സ്റ്റോക്ക് ലൈൻസ് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ ഒറിജിനൽ ലൈൻസിൻ്റെ ഹയർ ഫ്രീക്വൻസി സൈഡിലുള്ള ലൈൻസിനെയാണ്, സ്പെക്ട്രൽ ലൈൻസിനെയാണ് ആൻറ്റി സ്റ്റോക്സ് ലൈൻസ് എന്ന് വിളിക്കുന്നത്. ഇവിടെ പറയുന്നത് ഈ ലൈറ്റ് വന്ന് വീഴുമ്പോൾ നമുക്ക് ഈ മെയിനായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്, അതായത് ഈ ഒരു സ്കാറ്ററിങ്ങിന് മെയിനായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് ആൾക്കാരാണ് വൈബ്രേഷണൽ എനർജി ലെവൽസും റൊട്ടേഷണൽ എനർജി ലെവൽസും. നമുക്കറിയാം ഒരു മോളിക്യൂൾസിന് ഇലക്ട്രോണിക് എനർജി ലെവലുണ്ട്, അതിൻ്റെ ഉള്ളിലായിട്ട് വൈബ്രേഷൻ എനർജി ലെവലുണ്ട്. ഓരോ വൈബ്രേഷൻ ലെവലിൻ്റെയും ഉള്ളിലായിട്ട് കുറേ റൊട്ടേഷണൽ എനർജി ലെവൽസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇവയിൽ വന്ന് തട്ടുന്ന ഫോട്ടോൺ വന്ന് തട്ടുന്നതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ആ ഒരു തട്ടുന്നതിലുള്ള വേരിയേഷൻ, ആ ഒരു തട്ടുമ്പോൾ ചില സമയത്ത് വേരിയേഷൻസ് ഉണ്ടാകും ഈ വൈബ്രേഷൻ എനർജി ലെവലിലും റൊട്ടേഷൻ എനർജി ലെവലിലും. ഈ വേരിയേഷൻ മൂലമാണ് രാമൻ എഫക്റ്റ് ഉണ്ടാകുന്നത്. നോക്കിക്കേ, ഈ ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഒറിജിനൽ ലൈൻ, അതിൽ നിന്ന് ആൻറ്റി സ്റ്റോക്ക് ലൈൻ എന്ന് വെച്ചാൽ ഹയർ ഫ്രീക്വൻസി സൈഡിൽ ആൻറ്റി സ്റ്റോക്ക് ലൈനും ലോവർ ഫ്രീക്വൻസി സൈഡിൽ സ്റ്റോക്ക് ലൈനുമാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളതിനെയാണ് ഈ ഒരു വൈബ്രേഷൻ റൊട്ടേഷൻ എനർജി ലെവൽസിന് അനുസരിച്ച് ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് നമുക്കൊരു രാമൻ സ്പെക്ട്രം ഒബ്സർവ് ചെയ്യുന്നത്. ദീസ് ചേഞ്ചസ് ഇൻ ദ ഫ്രീക്വൻസി കറസ്പോണ്ടിങ് ടു വൈബ്രേഷൻ or rotation energy levels of the molecules and result in the spectrum called Raman spectrum. ഇവിടെ നോക്കിക്കേ, ഈ ഡിഫറൻസ്, അതായത് ഒറിജിനൽ ലൈനിൽ നിന്ന് എന്താ ഫ്രീക്വൻസിയിൽ ഡിഫറൻസ് വരുന്നു, ഹയർ സൈഡും ഉണ്ട് ലോവർ സൈഡും ഉണ്ട്. അപ്പോൾ ഇതിനെയാണ് ഒരു ഷിഫ്റ്റ് സംഭവിച്ചല്ലോ, ഒറിജിനൽ ഫ്രീക്വൻസിയിൽ നിന്നൊരു ഷിഫ്റ്റ് സംഭവിച്ചു, ഇതിനെ വിളിക്കുന്ന പേരാണ് രാമൻ ഷിഫ്റ്റ്.
ഇനി ഇതിൻ്റെ ഈ ഡിസ്കവറിയുടെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് എന്താണ്? പ്രധാനമായും ഇൻറ്റേർണൽ സ്ട്രക്ചർ ഓഫ് ദ മോളിക്യൂൾസിനെ കുറിച്ച് സ്റ്റഡി ചെയ്യാനായിട്ട് പറ്റുന്നു. അതാണ് മെയിനായിട്ടുള്ള ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. കാരണം നമുക്കറിയാം മോളിക്യൂൾസിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചർ പഠിക്കാൻ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് അതിൻ്റെ വൈബ്രേഷനിലും റൊട്ടേഷനിലും എനർജിയുടെ സ്റ്റഡീസാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഈ രാമൻ എഫക്റ്റിൽ കൂടുതൽ നോക്കുന്നത് ഈ വൈബ്രേഷനും റൊട്ടേഷനും എനർജി ലെവൽസിൻ്റെ സ്റ്റഡീസാണ്. അപ്പോൾ അത് നമുക്ക് ഇൻറ്റേർണൽ സ്ട്രക്ചറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഇനി നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഈ ഒരു വീഡിയോയിൽ ഇത്രയും വീഡിയോ കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെ മനസ്സിലായി എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ ആൻസർ മോഡലിലാണ്. വാട്ട് ഈസ് രാമൻ എഫക്റ്റ്? അതിൻ്റെ ആൻസറായിട്ട് നിങ്ങൾക്ക് അറിയാം എന്താണ് രാമൻ എഫക്റ്റ്. രാമൻ എഫക്റ്റ് ഇസ് എ ഫിനോമിന വെയർ ലൈറ്റ് ഇൻറ്ററാക്ട് വിത്ത് മോളിക്യൂൾസ് ആൻഡ് ഗെറ്റ് സ്കാറ്റേർഡ്. In some rare cases, the scattering light has a different frequency from the incident light due to the change in energy. ഇതിനെയാണ് രാമൻ എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ലൈറ്റ് വന്ന് വീണ് സ്കാറ്റർ ചെയ്ത് പോകുന്നു. പക്ഷേ ചില കേസുകളിൽ എന്ത് ചെയ്യുന്നു? സ്കാറ്റർ ചെയ്ത് പോകുന്ന ആൾക്ക് ഫ്രീക്വൻസിയിൽ വേരിയേഷൻ ഉണ്ടാവും. അതിനെയാണ് രാമൻ എഫക്റ്റ് എന്ന് വിളിക്കുന്നത്. ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഇൻഇലാസ്റ്റിക് സ്കാറ്ററിംഗ്. അടുത്തത് ഹൂ ഡിസ്കവേർഡ് രാമൻ എഫക്റ്റ്? ആരാണ് രാമൻ എഫക്റ്റ് കണ്ടുപിടിച്ചത്? സി.വി. രാമനാണ്. സർ സി.വി. രാമനാണ് രാമൻ എഫക്റ്റ് കണ്ടുപിടിച്ചത്. ഏത് വർഷമായിരുന്നു? 1928. അടുത്ത ക്വസ്റ്റ്യൻ, എന്താണ് റാലി സ്കാറ്ററിംഗ്? നമ്മൾ നേരത്തെ പറഞ്ഞു, വന്നു വീഴുന്ന ഫോട്ടോണ് അതേ ഫ്രീക്വൻസിയിൽ അല്ലെങ്കിൽ അതേ എനർജിയിൽ പോവുകയാണെങ്കിൽ അയാളെയാണ് ഇലാസ്റ്റിക് സ്കാറ്ററിംഗ് എന്ന് വിളിക്കുന്നത്. ഇതാണ് റാലി സ്കാറ്ററിംഗ്. ശരിയല്ലേ? പിന്നെന്താ ഇൻഇലാസ്റ്റിക് സ്കാറ്ററിംഗ്? വന്നു വീഴുന്ന എനർജിയിലല്ല, വ്യത്യാസമുള്ള എനർജിയിലാണ് ലൈറ്റ് സ്കാറ്റർ ചെയ്ത് പോകുന്നതെങ്കിൽ, ചേഞ്ച് ഇൻ എനർജി ഉണ്ടെങ്കിൽ അത് ഇൻഇലാസ്റ്റിക് സ്കാറ്ററിംഗ് ആയിരിക്കും. അവിടെ അയാൾക്ക് എന്ത് ചെയ്യുന്നു? ഫ്രീക്വൻസി ഡിഫറെൻ്റ് ആയിരിക്കും. ഇനി സ്റ്റോക്ക് ലൈൻസ് ഇൻ രാമൻ സ്പെക്ട്രം നമുക്ക് ഓർമ്മയുണ്ടോ? എന്താ സ്റ്റോക്ക് ലൈൻസ്? ലോവർ ഫ്രീക്വൻസി സൈഡിൽ വരുന്ന ലൈൻസ് ആണ് സ്റ്റോക്ക് ലൈൻസ്. Stock lines are spectral lines on the lower frequency side of the Rayleigh spectrum. ഇപ്പോൾ ഈ ലോവർ സൈഡിൽ വരുമ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താ? അയാൾക്ക് ഫ്രീക്വൻസി കുറഞ്ഞു എന്നല്ലേ അർത്ഥം. അപ്പോൾ അയാൾക്ക് എനർജി ലോസ് ചെയ്തു എന്നാണ് അർത്ഥം. മനസ്സിലായോ? അപ്പോൾ സ്റ്റോക്ക് ലൈൻസ് വരുമ്പോൾ എനർജി ലോസ് ചെയ്തു എന്നാണ് അർത്ഥം. ഇനി ആൻറ്റി സ്റ്റോക്ക് ലൈൻസ് എന്താണ്? ആൻറ്റി സ്റ്റോക്ക് ലൈൻസ് എന്ന് വെച്ചാൽ എവിടെയാണ് കാണപ്പെടുന്നത്? ഹയർ ഫ്രീക്വൻസി സൈഡിലാണ്. അയാൾക്ക് എന്ത് സംഭവിക്കുന്നു? എനർജി ഗെയിൻ ചെയ്യുന്നു. അടുത്തത് ഡിപെൻഡ് രാമൻ ഷിഫ്റ്റ്. നമ്മൾ ആ ഫിഗറിൽ കണ്ടല്ലോ. അതായത് യഥാർത്ഥ ഫ്രീക്വൻസിയിൽ നിന്ന് ഒരു ഫ്രീക്വൻസിയിൽ വേരിയേഷൻ കാണിക്കുന്നു. വൈബ്രേഷൻ, റൊട്ടേഷൻ, എനർജി ലെവൽസിനനുസരിച്ച് വേരിയേഷൻ കാണിക്കുന്നു. അതിനെയാണ് രാമൻ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ഇനി രാമൻ എഫക്റ്റ് എങ്ങനെയാണ് റാലി സ്കാറ്ററിംഗിൽ നിന്ന് വ്യത്യാസം വരുന്നത്? ഒരാൾ ഇലാസ്റ്റിക്കും മറ്റേത് ഇൻഇലാസ്റ്റിക്കുമാണ്. ഒരാൾക്ക് എനർജി ചേഞ്ച് ഉണ്ട്, അതായത് രാമൻ എനർജി ചേഞ്ച് ഉണ്ട്, റാലിക്ക് എനർജി ചേഞ്ച് ഇല്ല. ഇനി എന്ത് ഇൻഫർമേഷൻ ആണ് രാമൻ എഫക്റ്റിൽ നിന്ന് കിട്ടുന്ന? കൂടുതലും നമുക്ക് വൈബ്രേഷൻ, റൊട്ടേഷൻ, എനർജി ലെവൽസ് ഓഫ് ദ മോളിക്യൂൾസ് മോളിക്യൂൾസിൻ്റെ വൈബ്രേഷൻ, എനർജി ലെവൽസിനെ കുറിച്ചാണ് അറിയുന്നത്. ഇത് നമുക്ക് ഇന്റേണൽ സ്ട്രക്ചറിനെ കുറിച്ച് പഠിക്കാൻ. ഇനി എങ്ങനെയാണ് ഈ ഫ്രീക്വൻസിയിൽ ഷിഫ്റ്റ് ഉണ്ടാകുന്നത്? ഈ വന്നു വീഴുന്ന ഫോട്ടോൺ ആരുമായിട്ടാണ് ഇൻറ്ററാക്ട് ചെയ്യുന്നത്? വൈബ്രേഷൻ, റൊട്ടേഷൻ, എനർജി ലെവൽസുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് ഫ്രീക്വൻസിയിലെ ഷിഫ്റ്റ് സംഭവിക്കുന്നത്. താങ്ക് യു.